മെച്ചപ്പെട്ട റിട്ടേൺ കിട്ടുമെന്നതിനാൽ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാനുകളിൽ നിക്ഷേപിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട്. യുവാക്കൾക്കിടയിൽ സൂപ്പർ ഹിറ്റാണ് SIP. നിശ്ചിത തുക സ്ഥിരമായ ഇടവേളകളിൽ മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപിക്കുന്ന രീതിയാണിത്. ഓഹരി വിപണിയിലെ മറ്റ് നിക്ഷേപ രീതികളെക്കാൾ റിസ്ക് കുറവാണെന്നതാണ് പ്രത്യേകത. എന്നിരുന്നാലും SIPയിൽ നിക്ഷേപിക്കുമ്പോൾ ചില കാര്യങ്ങളിൽ ശ്രദ്ധ വേണം. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഓഹരി വിപണി തകർച്ചയിൽ നിൽക്കുമ്പോൾ SIPയോടും ഗുഡ് ബൈ പറയുന്നതാണ് പൊതു ട്രെൻഡ്. എന്നാൽ ഇതും മണ്ടത്തരമാണ്. വിപണി താഴ്ന്നു നിൽക്കുന്ന സമയങ്ങളിൽ കുറഞ്ഞ വിലയ്ക്ക് കൂടുതൽ യൂണിറ്റുകൾ വാങ്ങാൻ കഴിയും. ഇത് ദീർഘകാലയളവിൽ മെച്ചപ്പെട്ട വരുമാനം നൽകും. മാസം തോറുമുള്ള നിക്ഷേപത്തിന്റെ തുക വല്ലാതെ കുറഞ്ഞു പോകാതെ നോക്കണം. നിക്ഷേപ തുക കുറഞ്ഞു പോയാൽ നിങ്ങളുടെ ലക്ഷ്യം പൂർണ്ണമായി നേടാൻ സാധിക്കില്ല. ഓരോരുത്തരുടെയും സാമ്പത്തിക നില അനുസരിച്ച് വേണം നിക്ഷേപം നടത്താൻ. ദീർഘകാലയളവിൽ നിക്ഷേപത്തിൽ നിന്നുള്ള വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് SIP തുക വർദ്ധിപ്പിക്കാൻ പദ്ധതിയിടുക. ഒരു ഫണ്ടിൽ മാത്രം നിക്ഷേപിക്കാതെ വിവിധ സ്കീമുകളിൽ നിക്ഷേപിക്കുന്നത് ഗുണകരമാണ്. റിസ്ക് കുറയ്ക്കാനും കൂടുതൽ നേട്ടം കൊയ്യാനും ഇതുവഴി സാധിക്കും. SIP തുടങ്ങും മുമ്പ് ഒരു കാര്യം കൃത്യമായി ഓർക്കുക. SIP എന്നത് ദീർഘകാലത്തേക്ക് നിക്ഷേപം നടത്താനുള്ള ഒരു മാർഗമാണ്. ക്ഷമയും സ്ഥിരതയും ഈ നിക്ഷേപത്തിന് കൂടിയേ തീരുവെന്ന് സാരം.